സംസ്ഥാനത്ത് വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. കായംകുളത്ത് 7 പേർക്ക് കടിയേറ്റു. കണ്ണൂർ മമ്പറത്ത് ആക്രമണത്തിനിരയായ നാടോടി സ്ത്രീ ഗുരുതരാവസ്ഥയിൽ. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തണമെന്ന് VM സുധീരൻ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം. തൽബിയത്ത് മന്ത്രങ്ങളുമായി തീർത്ഥാടകർ മിനായിൽ. അറഫ സംഗമം നാളെ. കണ്ണൂർ മമ്പറത്ത് നാടോടി സ്ത്രീയെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു. കർണാടക ഹുൻസൂർ സ്വദേശി രാധയെയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കായംകുളത്ത് തെരുവു നായയുടെ ആക്രമണത്തിൽ 7 പേർക്ക് ഇന്ന് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5:45 മമ്പറം പാലത്തിന് സമീപത്താണ് സംഭവം. പാലത്തിനടിയിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്ന രാധയെ തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. രാധയുടെ മേൽചുണ്ടും മുഖവും നായ്ക്കൾ കടിച്ചെടുത്തു. കൈകാലുകളിലും നായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. കുട്ടികളടക്കം നിരവധി പേർ ഈ സമയം ടെന്റിനുള്ളിലുണ്ടായിരുന്നു. ഇവരുടെ കരച്ചിൽ കേട്ടോടിയെത്തിയ നാട്ടുകാരാണ് നായ്ക്കളെ തുരത്തിയ ശേഷം ഇവരെ ആശുപത്രിയിലെത്തിച്ചത്. തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആലപ്പുഴയിലെ കായംകുളത്ത് 7 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. 3ഉം 9ഉം വയസ്സായ കുട്ടികളടക്കമുള്ള ആളുകളാണ് തെരുവുനായയുടെ അക്രമത്തിന് ഇരയായത്. ഇവരെയും വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മീഡിയ 1 കണ്ണൂർ, ആലപ്പുഴ. തെരുവുനായ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ഭേദഗതി ചെയ്യണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. സംസ്ഥാനത്തെ സാഹചര്യം കോടതിയെ ബോധ്യപ്പെടുത്തണം. തെരുവുനായ ആക്രമണങ്ങൾ തടയാനുള്ള സർക്കാർ നടപടികൾ കോടതിയിൽ നിന്ന് മറച്ചുവെച്ചത് ക്രൂരമായ വഞ്ചനയാണെന്നും VM സുധീരൻ പറഞ്ഞു. തെരുവുനായ്ക്കളുടെ പ്രശ്നത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യം മറച്ചുവെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജലീൽ തന്നെ അക്രമകാരികളായ നായ്ക്കളെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റേതായ രീതിയിൽ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ തന്നെ അതെല്ലാം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. അതൊന്നും ചെയ്തിട്ടില്ല. ഈ നായശല്യത്തെ നമ്മൾ എങ്ങനെ നേരിടണം? എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത് KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നോടൊപ്പം ഫ്ലോറിലുണ്ട്. ജനസേവാ ശിശുഭവൻ ചെയർമാൻ ശ്രീ ജോസ് മാവേലി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കൊച്ചിയിൽ നിന്ന് തത്സമയം നമ്മളോടൊപ്പമുണ്ട്. പീപ്പിൾ ഫോർ അനിമൽ വെൽഫെയർ സർവീസസിൻ്റെ മനോജ് ഭാസ്കർ തൃശ്ശൂരിൽ നിന്നും ഈ ചർച്ചയിൽ ഒപ്പമുണ്ടാകും. DYFIയുടെ AA റഹീം തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കഴിഞ്ഞ മാസം 21-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് സുപ്രീം കോടതിയിൽ നായശല്യം സംബന്ധിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പല കാര്യങ്ങളും, അതായത് ഇവിടെ നായയുടെ കടിയേറ്റ് ഒരു വൃദ്ധ മരിക്കാനിടയായ സാഹചര്യം മുതൽ അവിടെ നിന്നിങ്ങോട്ട് ഉള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ആ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം. ഏത് തരത്തിലുള്ള തിരുത്തലാണ് സത്യവാങ്മൂലത്തിൽ വേണ്ടത്? സർക്കാർ ആത്മാർത്ഥമായി ഇവിടുത്തെ ശരിയായ പ്രശ്നം അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇത് ഒരു പൊതുജനത്തെ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. ജനങ്ങളുടെ ജീവിതവും ജീവനുമാണ് പരമപ്രധാനമായൊരു പ്രശ്നം. മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ അതിനെ ആ രൂപത്തിൽ തന്നെ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു തരത്തിലുള്ള ജീവികളോട് ദയാനുകമ്പ വേണ്ട, ദീനാനുകമ്പ വേണ്ട എന്നൊന്നും ഞാൻ ഈ പറയുന്നതിന് അർത്ഥമില്ല. പക്ഷെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ള അതിൻ്റെ പ്രഥമ പരിഗണന മനുഷ്യജീവനോടായിരിക്കണം ഈ സമൂഹത്തിനുണ്ടാവേണ്ടത് എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും മറിച്ചൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ചേർന്ന യോഗത്തിൽ ഏത് തരത്തിലാണ് ഈ നായ്ക്കളുടെ പ്രശ്നം ജനങ്ങളുടെ നിത്യജീവിതത്തെ എതിരായി ബാധിക്കുന്നത് എന്ന് അക്കമിട്ട് നിരത്തി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ
അതിനെക്കുറിച്ചുള്ള പരിഗണനയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നമ്മളുടേതായ സത്യവാങ്മൂലം സമർപ്പിക്കപ്പെടുമ്പോൾ അതിനകത്ത് ഇതൊക്കെ എനൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, എലാബറേറ്റ് ചെയ്യാൻ കഴിയേണ്ടതായിരുന്നു. അതെല്ലാം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയോട് ഈ കാര്യത്തിൽ ജനങ്ങളെ സമീപിക്കേണ്ടുന്ന ജനങ്ങളുടെ ജീവിതത്തിന് ഒരു സമാധാനം കൊടുക്കേണ്ടുന്ന തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് പറയുന്നതിന് പകരം അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി ഞാൻ പറയാം, ഒരു പാസിംഗ് ഒബ്സർവേഷൻ പോലെ ഒരു സാധാരണഗതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് പറഞ്ഞതിനൊരു സത്യവാങ്മൂലം സമർപ്പിച്ചു എന്നുള്ളതല്ലാതെ അതിനകത്ത് ഒരു കൺസിഡേർഡ് ഒപ്പീനിയൻ ഉണ്ടായില്ല, അത്തരമൊരു നിർദ്ദേശം ഉണ്ടായില്ല. അതിൻ്റെ ദുരന്തമാണ് ഈ കോടതിയിൽ നിന്ന് നമുക്ക് എതിരായ പരാമർശങ്ങൾ ഉണ്ടാകാനും മനുഷ്യജീവനെതിരായിട്ടുള്ള പരാമർശങ്ങളിലേക്ക് കടക്കാനും ഇടയായത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമികമായ നിരീക്ഷണം. അതുകൊണ്ടാണ് KPC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഭേദഗതി വരുത്താനൊക്കെ അവകാശമുണ്ട്, അധികാരമൊക്കെ ഉണ്ട്. അതങ്ങനെ ഒട്ടുമില്ലാത്തതൊന്നുമല്ല, അതങ്ങനെ ഒരു തീരെ തിരുത്തപ്പെടാൻ കഴിവില്ലാത്തതല്ല. അതുകൊണ്ട് വേണ്ടുന്ന തരത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കേരളം ഇന്ന് അനുഭവിക്കുന്ന ഇന്നത്തെ ദിവസത്തെ അനുഭവിച്ചിട്ടുള്ളത് പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭേദഗതികൾ തീരുമാനത്തിൽ ഉണ്ടാകണം എന്ന നിലയ്ക്ക്. കേരളത്തിൽ തെരുവ് നായ ശല്യം എത്രത്തോളം അപകടകരമായ സ്ഥിതിയിലേക്ക് വളർന്നു എന്ന് ശ്രീ റഹീം പത്രവാർത്തയിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ താങ്കൾ അറിയുന്നുണ്ടല്ലോ. നായ്ക്കളെ, അക്രമകാരികളായ നായ്ക്കളെ മരുന്ന് കുത്തിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞത് മന്ത്രി KT ജലീലാണ്. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ഈ സർക്കാർ നൽകും, അക്കാര്യത്തിൽ ഇനി നോക്കി നിൽക്കില്ല എന്ന് നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ ഇതുവരെ അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാം അല്ലെങ്കിൽ കൊല്ലുന്നതിന് അനുവാദം നൽകുന്ന അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾക്ക് വേണ്ടി അനുവാദം നൽകുന്ന ഒരു ഉത്തരവും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. കേരളത്തിൽ ഇത്ര ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ അതിൻ്റെ ഒരു നേർചിത്രം അടങ്ങാതെ പോയത്? എന്തുകൊണ്ടാണ് അതിൻ്റെ രൂക്ഷത ആ സത്യവാങ്മൂലത്തിൽ ഉൾക്കൊള്ളിക്കാതെ പോയത്? ഈ വിഷയത്തിൽ ഒരു വ്യക്തത കുറവ് അല്ലെങ്കിൽ ഒരു സംശയം സർക്കാരിനുണ്ടോ? ഇല്ല, സർക്കാരിന് ഇക്കാര്യത്തിൽ സംശയക്കുറവില്ല. പിന്നെ ഇതിനെ തുടർന്ന് വരുന്ന വാർത്തകൾ, വിശകലനങ്ങൾ എല്ലാം തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പോകുന്നതാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇത് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ദൗർഭാഗ്യകരമാണ്. ഇക്കാര്യത്തിലൊരു രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല. നായകൾ മനുഷ്യന് ഭീഷണിയാണ് എങ്കിൽ ആ അപകടകാരികളായ നായ്ക്കളെ കൊല്ലണമെന്ന കാര്യത്തിൽ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ വ്യത്യാസമില്ലല്ലോ. നായകൾക്ക് രാഷ്ട്രീയവുമില്ല. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും നമ്മൾ വ്യത്യസ്ത അഭിപ്രായത്തിൻ്റെ കാര്യവുമില്ല. പക്ഷേ അദ്ദേഹം അക്കാര്യത്തിലാണെന്ന് അഭിപ്രായം പറഞ്ഞത്, മറ്റു പല കാര്യത്തിലും മൗനം ദീക്ഷിക്കുന്ന അദ്ദേഹം ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു. ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ വരുന്ന വിഷയം, ഇവിടെ ചില തെറ്റിദ്ധാരണകളുണ്ട്. കേസ് ശ്രീ VM സുധീരനോ ബഹുമാനായ ശ്രീ സുരേഷ് ബാബു സൂചിപ്പിച്ചതുപോലല്ല. 2015 മുതൽ നടക്കുന്നൊരു കേസാണ് സുപ്രീം കോടതി. 2015 ജൂലൈ മാസം 9-ാം തീയതി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ വിളിച്ചേർത്ത, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചേർത്ത ഒരു യോഗം നായ്ക്കളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ഇതിനെതിരെ അനുപം ത്രിപാഠി എന്നൊരാൾ, ബോംബെ സ്വദേശിയാണ്, അദ്ദേഹം ഒരു റിട്ട് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊടുക്കുന്നു. അതിനെ തുടർന്ന് നടക്കുന്ന കേസിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ കൊടുത്ത പെറ്റീഷനും ഈ പറയുന്ന അഫിഡവിറ്റ് കൊടുത്തതും എല്ലാം. അപ്പോൾ അന്ന് സുപ്രീം കോടതിയിൽ അന്നത്തെ UDF സർക്കാരിന് വേണ്ടി അന്ന് സ്റ്റാൻഡിംഗ് നോട്ട്സിലൊരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു. ഞാൻ PM സുരേഷ് ബാബുവിനോട് പറയുന്നു, ആ അഫിഡവിറ്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിലും സർക്കാർ ഈ നിലപാടാണ് എടുത്തത്. അതിൽ സർക്കാർ പറഞ്ഞു, അപകടകാരികളല്ലാത്ത നായ്ക്കളെ ഞങ്ങൾ കൊല്ലാൻ പോകുന്നില്ല, നായ്ക്കളെ കൊല്ലും എന്നുള്ളൊരു നിലപാട് ഞങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല. അങ്ങനെ എഗെയിൻസ്റ്റ് ലോ വരാത്ത വിധം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരാത്ത വിധമുള്ളൊരു സമീപനം തന്നെയാണ് അന്ന് നിങ്ങളുടെ ഗവൺമെൻറ് എടുത്തത്. ഗവൺമെൻറ് എന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ ഒരു തുടർച്ചയാണ്. അവിടെ LDFO UDFO ഇല്ല. ഞങ്ങളിപ്പോൾ ചെയ്തത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് സെലിവമ്മ കൊല്ലപ്പെട്ടു, ഇങ്ങനെ നായകളുടെ കടന്നാക്രമണം വർദ്ധിക്കുന്നു എന്ന് വിശദീകരിക്കാൻ പോകുന്ന ഒരു അഫിഡവിറ്റ് കൊടുക്കുകയായിരുന്നില്ല ഇക്കഴിഞ്ഞ ഈ വിവാദപരമായ അഫിഡവിറ്റിൽ വരുന്നത്. ഈ ആരോപണ വിധേയമായ അഫിഡവിറ്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നേരത്തെ ശ്രീ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമെടുത്ത തീരുമാനവും അതിലൂടെ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ സെപ്റ്റംബർ മുതൽ ഈ പറയുന്ന വാക്സിനേഷൻ ആരംഭിക്കും, ഡോഗ് ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പ് ബ്ലോക്ക് ലെവലിൽ സംഘടിപ്പിക്കും, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വളർത്തു നായ്ക്കൾക്ക് അതെല്ലാം ശരിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തെരുവ് നായ നിയന്ത്രണ പദ്ധതി 2 ഘട്ടങ്ങളായി നടപ്പാക്കുക, കളക്ടർമാർക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും അവരതിന് നേതൃത്വം നൽകുക. അതിന്റെ ഭാഗമായി താങ്കൾ ഈ എണ്ണി പറയുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്നത്തെ വാർത്തയും താങ്കൾ കണ്ടല്ലോ, എവിടെയൊക്കെ വൃദ്ധർ മുതൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ
എല്ലാവരും പലരും പലയിടങ്ങളിൽ നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നു. അത്തരത്തിലുള്ള കണക്കുകൾ, അത്തരത്തിലുള്ള അനുഭവങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നില്ലേ? അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലുക തന്നെ ചെയ്യും എന്ന് സർക്കാർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ നിലപാട് വ്യക്തതയോടുകൂടി സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്താതിരുന്നത്? എന്തിനാണ് അവിടെ നിങ്ങൾക്കൊരു വഴുവഴുപ്പൻ നിലപാട്? ഇല്ല, വഴുവഴുപ്പൻ നിലപാടില്ല. അതായിരുന്നില്ല ഉദ്ദേശം, അഫിഡവിറ്റിന്റെ ഉദ്ദേശം ആ കേസിന്റെ തുടർച്ചയിൽ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം 21-ന് ഇത് സംബന്ധിച്ച പെൻഡിങ്ങിലുള്ള കേസാണല്ലോ, ഇഷ്യൂ ആണല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൂടിയ ഒരു കമ്മിറ്റിയുടെ മിനിറ്റ്സ്, തീരുമാനങ്ങളും അവിടെ അറിയിക്കുക മാത്രമാണ്. ഒരു സംശയവും വേണ്ട. ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാട് ഒരു മാറ്റവുമില്ല. അപകടകാരികളായ നായ്ക്കളെ കൊല്ലണമെന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബണ്ടിൽ ഓഫ് കേസസ് സുപ്രീം കോടതിയിലുണ്ട്. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിന്റെ മുനിസിപ്പൽ ആക്ടിൽ നിയമപ്രകാരം നായകളെ കൊല്ലാമെന്നുണ്ട്. അതേസമയം ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന ഒരു റൂള്, ABC റൂള് ഇത് സംബന്ധിച്ച എതിരുമാണ്. അപ്പൊ ഇതെല്ലാം ഈ കോൺട്രഡിക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിരവധി കേസുകളിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അല്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതിപക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും പറയുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രസംഗമോ പ്രതികരണമോ നടത്തുന്നത് പോലെ ഇടപെടാനാകുമോ? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജോസ് മാവേലി, എന്താണ് നമ്മൾ ഈ തെരുവ് നായ്ക്കളെ ചെയ്യേണ്ടത്? ഇവിടെ മിസ്റ്റർ റഹീം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു നഷ്ടക്കച്ചവടം എന്ന് പറയാം. അതായത് കുറേ നിയമങ്ങൾ കൊണ്ടിരിക്കുന്നു. പാർക്ക് പറയാൻ പോകുന്നു, ABC സ്കൂൾ നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു എന്താ പറയുക, തെരുവുനായ്ക്ക് വേണ്ടി തന്നെ സംസാരിക്കുകയാണ്. നമുക്ക് വേണ്ടത് അക്രമകാരികളെ തെരുവുനായ്ക്കളെ മുഴുവൻ കൊന്നുകളയണം. എന്നാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ. ആ നിയമത്തിലേക്ക്, ആ ഒരു കാര്യത്തിലേക്ക് വളരെ എളുപ്പമാണ്. മിസ്റ്റർ റഹീം എന്ന് പറഞ്ഞാൽ DYFIയുടെ ഒരു നേതാവാണല്ലോ. DYFI വിചാരിച്ചാൽ എല്ലാ നായ്ക്കളെയും വളരെ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. അക്രമകാരി തെരുവ് നായ്ക്കളെ കൊല്ലുന്നവരെ പോലീസ് ശിക്ഷിക്കുകയില്ല എന്നൊരു ആഹ്വാനം മാത്രം കൊടുത്താൽ മതി. നിയമ നടപടികൾക്ക് അവർ മാറി നിന്ന് കൊടുത്താൽ മതി. എല്ലാം സൈലൻ്റായാൽ മതി, പ്രശ്നം തീർന്നു. അതിനുള്ള സംഭവം ഇവിടെ ആരും ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നു, ഒരു വിമോചന സമരം തന്നെ വേണ്ടി വരും. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, പാവപ്പെട്ടവർക്ക് ഇന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ആ രാധ എന്ന് പറഞ്ഞ നാടോടി അമ്മച്ചി, ആ അമ്മച്ചിയുടെ ശരീരത്തിൽ ആ മുറിവുകൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നു. അതിന്റെ വായ മുഴുവൻ അങ്ങനെ നായ്ക്കളെ കൊന്നു കഴിഞ്ഞാൽ കേസ് എടുക്കില്ല എന്നൊന്നും താങ്കൾ വിചാരിക്കണ്ട. ശ്രീ ജോസ് മാവേലി, തെരുവ് നായ്ക്കൾ അക്രമകാരികളായ നായ്ക്കളാകട്ടെ, അവയെ കൊന്നുകഴിഞ്ഞാൽ കേസ് എടുക്കില്ല എന്നൊന്നും താങ്കൾ വിചാരിക്കരുത്. ഞാറക്കലിലുണ്ടായ സംഭവം, ഞാറക്കൽ പഞ്ചായത്തിലെ തെരുവ് നായ്ക്കളെ കൊന്നു കുഴിച്ചുകൂടിയ സംഭവത്തിൽ വാർഡ് മെമ്പർക്കെതിരെ കേസെടുക്കുകയാണ്. ഇപ്പൊ ഞാൻ തന്നെ എനിക്കിപ്പോ 5 കേസുണ്ട്, 5 കേസ് നിലവിലുണ്ട്. ഈ കേസ് എന്താ വരുന്നത് ഞാൻ നോക്കട്ടെ. എന്തായാലും എത്ര അക്രമകാരികളായ നായ്ക്കളെ താങ്കൾ കൊന്നു? ജോസ് മാവേലി, അക്രമകാരികളെ എത്ര നായ്ക്കളെ താങ്കൾ കൊന്നു? ഞാൻ കൊന്നു പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ടീമാണ് കൊല്ലുന്നത്. ഞാൻ ആഹ്വാനം കൊടുത്തിരിക്കുന്നു, അക്രമകാരികളെ തെരുവ് നായ്ക്കളെ കൊല്ലുന്നവർക്ക് പാരിതോഷികം കൊടുക്കുന്നുണ്ട്. അങ്ങനെ 250 രൂപയാണ് ഒരു അക്രമകാരികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. അക്രമകാരികളായ നായ്ക്കളെ മാത്രം തെരഞ്ഞു പിടിച്ചു കൊല്ലും, അതാണ് താങ്കളുടെ ടീം ചെയ്യുന്നത്. ഇവിടെ അക്രമകാരികൾ തെരുവ് നായ്ക്കൾ എന്ന് പറയുമ്പോൾ ഞാനത് വിശദീകരിച്ച് പറയാം. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ മുഴുവൻ തെരുവ് നായ്ക്കളും അക്രമകാരികളാണ്. അവിടെ യാതൊരു മാറ്റമില്ല. കാരണം എന്ന് വെച്ചാൽ ആ തെരുവ് നായ്ക്കൾ നമ്മളെ കടിക്കണമെന്നില്ല. തെരുവ് നായ്ക്കൾ എന്ന് പറയുമ്പോൾ ഇവർ രാത്രിയും പകലും തന്നെ അങ്ങോട്ട് സമ്പർക്കം നടത്തുകയാണ്. ഒരു പട്ടിക്ക് രോഗം വന്നാൽ ആ പട്ടിയുടെ രോഗം പെട്ടെന്ന് പടരും. ഇത് ലൈംഗിക ബന്ധം സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടി പണ്ടൊക്കെ കന്നിമാസത്തിൽ മാത്രം അവർ ലൈംഗിക ബന്ധം ഏർപ്പെട്ട് പ്രസവിക്കാൻ പോകുന്നുള്ളൂ. ഇപ്പം 3 പ്രാവശ്യം പ്രസവിക്കുകയാണ്. അപ്പോൾ അതിന് മാത്രം ഇവിടെ തെരുവുനായ്ക്കൾക്ക് സ്വാധീനം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തെരുവുനായ്ക്കൾ സ്നേഹികളും പട്ടി സ്നേഹികളും മൃഗസ്നേഹികളെല്ലാം കൂടി നായ്ക്കളിങ്ങനെ സ്നേഹിച്ച് പെരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കണക്കനുസരിച്ച് 3 ലക്ഷം തെരുവുനായ്ക്കളുണ്ട്. അതേസമയം ശരിക്കും കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം തെരുവുനായ്ക്കളുണ്ടെന്ന് പറയാം. 10 ലക്ഷം തെരുവുനായ്ക്കൾ നമ്മുടെ കേരളത്തിലുള്ളത്. അത്രയ്ക്കും കഷ്ടമാണ് നമ്മുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു രക്തസാക്ഷി, പാവം ആ ഷീലു അമ്മ ഒരു രക്തസാക്ഷിയായിരിക്കാണ്. ഇനി കുറച്ചു നേരം നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള മൃഗസ്നേഹിയായ മനോജ് ഭാസ്കർ സംസാരിക്കട്ടെ. ശ്രീ ജോസ് മാവേലി, ശ്രീ മനോജ് ഭാസ്കർ, ഇവിടെ ഇത്രയും നേരം സംസാരിച്ച 3 അതിഥികൾ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, A റഹീം, ജോസ് മാവേലി, ഒരേ അഭിപ്രായക്കാരാണ് ഒരു കാര്യത്തിൽ. അതായത് അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലണം. ഒരു പടി കൂടി കടന്നിട്ടുണ്ട് ജോസ് മാവേലി. തെരുവ് നായ്ക്കളെല്ലാം തന്നെ അക്രമകാരികളാണ്, അതുകൊണ്ട് എല്ലാ തെരുവ് നായ്ക്കളെയും കൊല്ലണം. മനോജ് ഭാസ്കറിലെ മൃഗസ്നേഹി ഇതിനെ എങ്ങനെ നേരിടും?
ഇവിടെ ഇപ്പോൾ തെരുവ് നായ ശല്യം എന്ന രീതിയിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് പ്രതികരണമാണ്: കൊല്ലണം, കൊല്ലേണ്ട. ഇതിനുപരി ഇതില് നമ്മൾ ക്വാളിറ്റേറ്റീവായ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ തെരുവ് നായ ശല്യയുടെ അടിസ്ഥാന കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ അതിലൊന്നിലേക്ക് ഞാൻ ഇവരെ ശ്രദ്ധ കൊണ്ടുവരുന്നു. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒറ്റ കാര്യം മനോജ് ഭാസ്കർ, പുല്ലുവിളയിൽ ഒരു വയോവൃദ്ധ, തെരുവ് നായ്ക്കൾ ഒരു വയോവൃദ്ധയെ വലിച്ചു കീറി, അതിൽ താങ്കളുടെ മനസ്സ് വേദനിച്ചോ? പിഞ്ചു കുഞ്ഞുങ്ങളായ ഒരുപാട് പേർ തെരുവ് നായ്ക്കളുടെ അക്രമത്തിൽ ഇരയായി. ആ ചിത്രങ്ങളും അവരുടെ വേദനകളും കണ്ടപ്പോൾ താങ്കളുടെ മനസ്സിൽ വേദന ഉണ്ടായോ? പലതരത്തിലുള്ള അക്രമങ്ങൾക്ക് വിധേയരാകുന്നു ഈ തെരുവ് നായ ശല്യം മൂലം പലയിടങ്ങളിൽ പലർ. അത് കണ്ടിട്ട് താങ്കൾക്ക് വേദന ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും വേദനാജനകമാണ്. പക്ഷേ ഇതിനുള്ള യഥാർത്ഥ ഉത്തരവാദികൾ അവരുടെ ഉത്തരവാദിത്വം ഒഴിച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ വ്യക്തമായ ഒരു പോയിന്റിലേക്ക് വരികയാണ്. അതിനനുവദിക്കണം. കേരളത്തിൽ തെരുവുനായ ശല്യം കൂടുന്നതിന് അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ അറിവ് മാലിന്യങ്ങളാണ്. എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. കേരളത്തിൽ വിവരാവകാശ പ്രകാരം 39 അംഗീകൃത അറവുശാലകൾ മാത്രമേ ഉള്ളൂ. 1,00,000-ൽ പരം അനധികൃത അറവുശാലകൾ ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നു. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളോ ഈ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോ അറിയാതെയാണോ? ജനങ്ങളുടെ ജീവനിൽ യഥാർത്ഥമായി ഇവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ അറവുശാലകൾ, അനധികൃത അറവുശാലകളെ ലൈസൻസ് ചെയ്തുകൊണ്ട് അടപ്പിക്കാൻ ഇവർ തയ്യാറാണോ? താങ്കൾ പ്രതികരണത്തിന് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട് മൃഗങ്ങൾക്കെതിരെ നായാട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. നിയമം എന്തെന്ന് അറിയാവുന്ന സർക്കാർ സത്യവാങ്മൂലത്തിൽ ആ പ്രകാരം നിലനിൽക്കുന്നു. എങ്കിൽ ഇംപ്ലൈഡായി ഇവിടെ എല്ലാ അധികാരികൾക്കും, പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു മെല്ലെപ്പോക്ക് നയം തുടരാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാറക്കൽ സ്റ്റേഷനിലുണ്ടായ സംഭവം, ഒരു വ്യക്തി ജനസേവകൻ എന്ന പേരിൽ അവിടുന്ന് ജയിച്ച ഒരു സ്ത്രീയും മറ്റൊരു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിയും കൂടി കുറച്ച് ഡോഗ്സിനെ കൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ പോയി വരും പുരുഷു എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഇവരെ തിരിച്ചുവിടുന്നു. കേരളത്തിൽ, ഇന്ത്യയിൽ IPC പ്രകാരവും PCA പ്രകാരവും കഗ്നിസിബിൾ ഒഫൻസ് ആയ ഒരു കുറ്റകൃത്യം ചെയ്ത് അതിന്റെ തെളിവുമായി സ്റ്റേഷനിലേക്ക് വരുന്നവരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ തിരിച്ചുവിടണമെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയും ഭരണകൂടവും ഇതിൽ നടപടി എടുക്കരുത്, മെല്ലെപ്പോക്ക് നയം വേണമെന്ന് വ്യക്തമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യക്തമായോ? ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, 2009 സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ്, അതായത് ബോംബെ ഹൈക്കോടതി മഹാരാഷ്ട്രയിലെ തെരുവ് നായ്ക്കളെ കൊല്ലാൻ വേണ്ടി നഗരസഭകൾക്ക് നൽകിയ അംഗീകാരം, അതിന് നൽകിയ അനുമതി സുപ്രീം കോടതി റദ്ദാക്കുകയുണ്ടായി. അന്ന് പറഞ്ഞത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവ് നായ്ക്കളെ കൊല്ലാനുള്ള അധികാരമില്ല, 2001 ABC നിയമം, ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന നിയമം നടപ്പാക്കുക മാത്രമേ അവർക്ക് മുന്നിലൊരു വഴിയുള്ളൂവെന്ന്. നിയമപരമായി അത് മാത്രമാണ് വഴിയെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ കഴിയുമെന്ന് സർക്കാർ പറയുക? നിയമപരമായി ഇത്രയും വലിയൊരു തടസ്സമുള്ളത് കൊണ്ടല്ലേ സത്യവാങ്മൂലം താങ്കളൊക്കെ ആരോപിക്കുന്നത് പോലെ ഇത്ര മയപ്പെടുത്തി സർക്കാരിന് സമർപ്പിക്കേണ്ടി വന്നത്? അല്ല, അതിന് ഞാനൊരു വശമുണ്ട്. സർക്കാരിന് നിയമപരമായ തടസ്സത്തിന് നിയമപരമായ ബാരിയേഴ്സ് വെച്ചുകൊണ്ട് മാത്രമേ ഈ സത്യവാങ്മൂലം സമർപ്പിക്കാവൂ എന്ന കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നതോടൊപ്പം ഇവിടെ അത്തരമൊരു നിയമത്തിൻ്റെ ഭേദഗതികൾ ആവശ്യമുണ്ട് എന്ന് വരുന്ന ഒരു കമ്പൽസീവ് ഫാക്ടർ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചില്ല. അതാണ് KPC പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളിലൊന്ന്. റിയൽ പിക്ചർ അവതരിപ്പിച്ചിട്ടില്ല. ഹൈക്കോടതി ജഡ്ജിമാർക്കും സുപ്രീം കോടതി ജഡ്ജിമാരും അവരുടെ മുന്നിൽ വരുന്ന കടലാസുകൾ വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണല്ലോ എടുക്കുക. സ്വാഭാവികമായും ഇങ്ങനെ കേരളം സ്ട്രെച്ച് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ട്രെച്ച് എടുത്തിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങൾ പല കാരണങ്ങളാൽ നായ്ക്കൾ പെരുകുന്നു. ആ പെരുകുന്ന നായ്ക്കളെ കൊണ്ട് മനുഷ്യജീവിതം ദുസ്സഹമാകുന്നു. ഭൂമിയിൽ ഇറക്കുന്ന ആളുകൾക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഭൂമിയിൽ ഇറങ്ങാത്ത ആളുകൾക്ക് ഈ നായ്ക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മനോജ് ഭാസ്കറെ പോലുള്ളവരൊക്കെ ഭൂമിയിൽ ഇറങ്ങാതെ നടക്കുന്നവരാണോ സാർ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തെ അറിയുമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു കമന്റ് പറയായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പരിചയമില്ല. ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പോലെയുള്ള മൃഗസ്നേഹികൾ എന്നാണ്. അല്ലെ, അതിനകത്ത് അദ്ദേഹം കാണേണ്ടുന്നൊരു വിഷയം എന്താണ്?
ഇവിടെ ആ പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കേണ്ടത്? ഞാൻ ഊന്നുന്ന ഒരു പ്രശ്നം അതാണ്. ആർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്? അത് മൃഗത്തിനാണോ മനുഷ്യനാണോ? അത് അദ്ദേഹത്തിന് പിന്നെ ശ്രീ ഗോപീഷിന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ലല്ലോ. വേദനയുണ്ട് എന്ന് മാത്രം പറഞ്ഞേ ഉള്ളൂ. മനുഷ്യൻ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ഒരു ഉദ്ദീപനം വരുന്നുണ്ടെങ്കിൽ അത് ഇത്തരം കാര്യങ്ങൾ നമുക്കിപ്പോ എന്താ, ഞാൻ വ്യക്തിപരമായി ഞാൻ ചോദിക്കട്ടെ, ഈ പട്ടിയെ കൊല്ലണമെന്ന് നമുക്കെന്താ നിർബന്ധം? നമുക്ക് നിർബന്ധമുള്ളത് ഉണ്ടാകാനുള്ള കാരണം മനുഷ്യജീവൻ അപകടത്തിലാക്കുന്നു. അതല്ലെങ്കിൽ നമുക്ക് യാതൊരു നിർബന്ധമില്ലല്ലോ. അതിന്റെ അടിസ്ഥാന ഘടകങ്ങളെ നേരിടാൻ പഠിക്കണം. അല്ലാതെ മിണ്ടാപ്രാണികളെ കൊല്ലുകയും മൃഗസംരക്ഷണ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയിലെ നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള നീക്കമാണ്. മനോജ് ഭാസ്കർ, മൃഗസംരക്ഷകരായ താങ്കളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഈ ചർച്ചയിൽ ആരും താങ്കളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഒരു ചോദ്യമാണ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ചോദിക്കുന്നത്. ശരി, ഞാൻ സമ്മതിക്കുന്നു. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ചോദിച്ചൊരു ചോദ്യം, പ്രയോറിറ്റി ആരാണ്? താങ്കളുടെ മുൻഗണന ആർക്കാണ്? മനുഷ്യനാണോ മൃഗത്തിനാണോ? പ്രയോറിറ്റി ഫിക്സ് ചെയ്യുമ്പോൾ അതിന് അടിസ്ഥാനപരമായി ഉത്തരവാദിത്വം, അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ ഇത് വളരെ വ്യക്തമാണ്. ABC പ്രൊജക്റ്റിലുള്ള പരാജയം, അറിവ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പരാജയം, അതുപോലെ തന്നെ ലൈസൻസിംഗ് സമ്പ്രദായത്തിന്റെ പരാജയം. ഇത് 3 നിലയ്ക്ക് എന്തിന് ഈ മേഖലകളിൽ വേണ്ട നീക്കങ്ങൾ നടത്താനുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിക്കാതെ മൃഗങ്ങളെ കൊന്നെടുക്കാൻ ഇവർ വെല്ലുവിളിക്കുന്നത് എന്തിനെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. 1 ലക്ഷത്തിൽ പരം അറവുശാലകൾ അനധികൃതമായി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കോല പറ്റുന്നത് ആരാണെന്ന് ഈ രാഷ്ട്രീയ നേതൃത്വം ഇദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ കൊല്ലണം എന്ന് ആവശ്യപ്പെടുന്നവർ അത് വ്യക്തമാക്കണം. 1 ലക്ഷത്തിൽ പരം അറവുശാലകൾ ABCയും നിയമം നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമത്തിന് ആ കാലാകാലമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഗവൺമെന്റ് നിയമം കൊണ്ടുവരണം. ഗവൺമെന്റ് എന്താ നിയമം കൊണ്ടുവന്നാൽ? കേരളം അനുഭവിക്കുന്ന ദുരന്തഭൂമി, കേന്ദ്രം രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന നിയമം കൊണ്ടുവരണം. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിയമമാണ് തടസ്സമെങ്കിൽ നിങ്ങൾ ജനസുരക്ഷയിൽ വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ പ്രധാനമായും നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അനധികൃത അറവുശാലകൾക്കെതിരെ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പാർട്ടി ഭേദമില്ലാതെ ചോദിക്കുന്നു. അതിനവർ പ്രതികരിക്കട്ടെ. ഞാൻ വരാം. ശ്രീ ജോസ് മാവേലി, മനോജ് ഭാസ്കർ പറഞ്ഞ ഒരു കാര്യത്തിലെങ്കിലും താങ്കൾ യോജിക്കുന്നുണ്ടോ? അതായത് തെരുവ് നായ ശല്യം രൂക്ഷമാണ്, അത് മനുഷ്യരുടെ ജീവന് അപകടകരമാകുന്ന തരത്തിലേക്ക് ആ സ്ഥിതി, ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. ഇതെല്ലാം സമ്മതിക്കുമ്പോൾ തന്നെ അറവുശാലകൾക്ക് നിയന്ത്രണമില്ലാതെ അറവുശാലകൾ അനുവദിക്കപ്പെടുന്നതും മാലിന്യം ശരിയായ രീതിയിൽ മാലിന്യം നീക്കം ചെയ്യാതെ കിടക്കുന്നതും, അങ്ങനെ തെരുവ് നായ്ക്കൾക്ക് പെറ്റുപെരുകി അവർക്ക് ശൂരത്വം നൽകുന്ന തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതിന് മൃഗങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടല്ല പരിഹാരം കാണേണ്ടത് എന്ന മനോജ് ഭാസ്കറിന്റെ വാദത്തിൽ എവിടെയെങ്കിലും ജോസ് മാവേലി യോജിക്കുന്നുണ്ടോ? മനോജ് ഭാസ്കറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മനോജ് ഭാസ്കറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ എന്താ തെരുവുനായയെ കൊല്ലുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അറവുശാലയാണോ തെരുവുനായിട്ട് എന്ത് ബന്ധമിരിക്കണേ? അറവുശാല ഒരു വശത്ത് നടക്കട്ടെ, അത് ഗവൺമെന്റ് നിശ്ചയിക്കട്ടെ, അതല്ല വശം. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവര് നമ്മുടെ ഈ വിഷയം മാറ്റി പറയാൻ വേണ്ടി ഇവരൊരു സ്റ്റഡി ക്ലാസ് വെച്ചിരിക്കുകയാണ്. ഒരു സ്റ്റഡി ക്ലാസ്, ആ സ്റ്റഡി ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്റ്റഡി ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ഈ സ്റ്റഡി ക്ലാസ് പറയുന്നത് എന്താണ്? ഇവര് പറയുന്നത് തെരുവുനായ്ക്കളെ കൊല്ലാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ ഓരോ നമ്പർ ഇറക്കിയിരിക്കുകയാണ്. ആ നമ്പർ ഇവർ പറയണത് ഒന്നുപോലെ ABC റൂൾ അനുവദിക്കുക, നടത്തുക. ഇദ്ദേഹത്തിന്റെ ഞാൻ ചുരുക്കി പറയാം, ഈ മനോജ് ഭാസ്കറിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ആളാരെന്ന് അറിയില്ല. ഈ മനോജ് ഭാസ്കറിന്റെ നായസ്നേഹത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മനോജ് ഭാസ്കർ ഒറ്റ ചോദ്യം, അതിന് ഉത്തരം പറയാം. മനോജ് ഭാസ്കർ ഒറ്റ ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരം പറയാം. മനോജ് ഭാസ്കർ, നമുക്ക് വ്യക്തിപരമായി എന്റെ മാന്യ സുഹൃത്തുക്കൾ ജോസ് മാവേലി, മനോജ് ഭാസ്കർ, ശ്രീ ജോസ് മാവേലി, ശ്രീ മനോജ് ഭാസ്കർ, മാന്യ സുഹൃത്തുക്കൾ, നമ്മളൊരു വിഷയത്തിൽ ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയുടെ അന്തസ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ദയവായി എന്റെ അതിഥികൾ ഒഴിവാക്കണം. ദയവായി നിങ്ങൾ ഒഴിവാക്കണം. ശ്രീ മനോജ് ഭാസ്കർ. മിസ്റ്റർ മനോജ്, ഞാൻ പറയുന്നത് മിസ്റ്റർ മനോജ് ഭാസ്കറിന്റെ ഒരു പെങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അമ്മച്ചിക്ക്
സ്വന്തം അമ്മച്ചിക്ക് ഒരു തെരുവുനായ കടിച്ചു കയറിക്കേ, എന്തായിരിക്കും മനോജ് ഭാസ്കറിൻ്റെ ആ സ്വഭാവം? എന്തായിരിക്കും? ഇത് നമ്മളെപ്പോലെയല്ലേ, നമ്മുടെ സഹോദരങ്ങളല്ലേ നമ്മുടെ കേരളത്തിലെ മക്കളൊക്കെ, കേരളത്തിലെ പിഞ്ചു ബാല്യങ്ങൾ, എത്രയോ പിഞ്ചു ബാല്യങ്ങളെ പട്ടി കടിച്ച് മുഖം കീറിയിരിക്കുന്നു. ഒരു തെരുവുനായ കടിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം മുഴുവൻ പോയി, ആ കൊച്ചുങ്ങളുടെ ഭാവി പോയി. പേ എപ്പോൾ വരുന്നു നമ്മൾ നോക്കിയിരിക്കണ്ടേ? ഏത് സമയത്തും പേ വിഷ ഉണ്ടാവും. അങ്ങനെ പേ വിഷ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? ഒരു കുടുംബം അങ്ങനെ തന്നെ വേണ്ടിയിട്ടാവണം. ഇന്ന് 3 ലക്ഷം ആളുകൾക്കാണ് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് തെരുവുനായെ കടിച്ച് കുടുംബക്കാർ ഇന്ന് ജനങ്ങളെ പട്ടികൾ കടിക്കട്ടെ എന്ന് പറയുന്നില്ല മിസ്റ്റർ മാവേലി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അനധികൃത അറവുശാലകൾക്കെതിരെ നിങ്ങൾ നാളെ പോരാട്ടം തുടരാൻ തയ്യാറാണോ? ഞാൻ നിങ്ങളോടൊപ്പം ചേരാം. ഇല്ല, പറഞ്ഞു കേട്ടെ, ഇതെല്ലാം താങ്കളുടെ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്നതല്ലേ? താങ്കളുടെ സർക്കാർ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഞാറക്കൽ പഞ്ചായത്തിൽ വാർഡ് മെമ്പർ അടക്കമുള്ളവർക്കെതിരെ തെരുവ് നായ്ക്കളെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ കേസെടുക്കാൻ ഘട്ടം വരെ എത്തി. ഒരു സ്ഥലത്ത് മന്ത്രി പറയുന്നു തെരുവ് നായ്ക്കൾ അക്രമകാരികളാണെങ്കിൽ അതിനെ മരുന്ന് കൊടുത്ത് കൊല്ലേണ്ടി വരും, അത് ചെയ്യാമെന്ന് പറയുന്നു. അതിനുവേണ്ട നിർദ്ദേശം കൊടുക്കാൻ പോകുന്നുവെന്ന് പറയുന്നു. അത് സംഭവിക്കാതിരിക്കുക. കോടതിയിൽ എത്തുമ്പോൾ നിങ്ങളുടെ സത്യവാങ്മൂലത്തിൽ തന്നെ കേരളത്തിലെ സ്ഥിതി എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നതിൻ്റെ നേർചിത്രം ഇല്ലാതിരിക്കുക. ഇതെന്താണ്? ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? നിങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നമെല്ലാം, ഈ ചർച്ച തന്നെ ഈ രീതിയിൽ പോകേണ്ടി വരുന്നത്? ഞാൻ ഒരിക്കലും ഇത് വിശദീകരിച്ചതാണ്, വീണ്ടും ആവർത്തിക്കാം. യഥാർത്ഥത്തിൽ ഈ നായശല്യത്തിൻ്റെ രൂക്ഷത വിശദീകരിക്കാൻ വേണ്ടി കൊടുത്ത അഫിഡവിറ്റ് അല്ലത്. ദയവുചെയ്ത് തെറ്റിദ്ധരിപ്പിക്കരുത്. അത് ഗവൺമെൻറ്റിൻ്റെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് കോടതിയിൽ കൊടുക്കുക എന്ന് പറയുന്ന അതിൻ്റെ ഭാഗമായി കൊടുത്തൊരു അഫിഡവിറ്റ്, അതിൻ്റെ റൂട്ടീൻ പ്രോസസ്സ് മാത്രമാണ്. ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഈ കമ്പൽസീവ് ഫാക്ടർ കൊടുത്തില്ല എന്ന് പറയുന്നത്, ആ ഒരു കമ്പൽ ചെയ്തില്ല എന്ന് പറയുന്ന അതിനൊരു സാഹചര്യം വരുന്നുള്ളത് ആർഗ്യുമെൻറ്റ് സ്റ്റേയിൽ ചെയ്യും. സർക്കാരിൻ്റെ നിലപാടല്ലേ ഇവിടെ പറയുക. ആ നിലപാട് ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞില്ലേ, മന്ത്രി പറഞ്ഞില്ലേ, ഗവൺമെൻറ് പറഞ്ഞില്ലേ, അപകടകാരികളായ നായികളെ ഉന്മൂലനം ചെയ്യുക, ഇത് തന്നെയാണ് ലൈൻ. അതെന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ ജസ്റ്റിസാണ്. ശ്രീ മനോജ് ഭാസ്കർ വികാരാധീനനായി നായികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ മനോജ് ഭാസ്കറോട് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പട്ടി പോട്ടെ, ഒരു മനുഷ്യൻ അപകടകരമാം വിധം എനിക്ക് നേരെ വന്നാൽ സെൽഫ് ഡിഫെൻസ് ഉണ്ട് എനിക്ക്. ഇവിടെ വരുന്നൊരു പ്രശ്നം സർക്കാരിൻ്റെതാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നായയെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് മോഷ്ടിക്കാൻ പറ്റുമല്ലോ? ഇപ്പോൾ നായയെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാൾ ഒരു മോഷ്ടാവ് വന്നു എന്നെ ആക്രമിച്ച് മോഷ്ടിക്കുന്നു, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സെൽഫ് ഡിഫെൻസ് ഉണ്ട് എനിക്ക്, അത് റൈറ്റാണ് ഒരു പൗരൻ്റെ. നായയെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് നായയെ വിടും, നന്നായി ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. 6 മാസം മുതൽ നന്നായി ട്രെയിനിങ് കൊടുത്താൽ നായ നന്നായിട്ട് എവിടെയും പോയി എന്ത് മോഷ്ടിച്ചിട്ട് വരും. അങ്ങനെ നായയെ വിട്ട് മോഷ്ടിപ്പിക്കാമല്ലോ. നിങ്ങൾ പറയുന്നത് ഏതാണ്ടൊരു വല്ലാത്ത മൗലികവാദമാണ്. അത് ഈ പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല. നിങ്ങൾ ഉന്നയിക്കുന്ന ഈ പറയുന്ന കറക്റ്റീവ് മെഷേഴ്സ് എല്ലാം തന്നെ സർക്കാരുകൾ എല്ലാ കാലത്തും എടുക്കാറുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റീവായി ചൂണ്ടിക്കാണിക്കും. മനോജ് ഭാസ്കറിന്റെ ശബ്ദവും ഈ ചർച്ചയിൽ കേൾക്കണം. റഹീം, മനോജ് ഭാസ്കറിന്റെ ശബ്ദവും നമുക്ക് ഈ ചർച്ചയിൽ കേൾക്കണം. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പത്തനാപുരത്ത്, കൊല്ലത്ത് 10 പേർ, ഗർഭിണിയടക്കം 10 പേർക്ക് ഇപ്പോൾ തെരുവനായയുടെ കടിയേറ്റിരിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന അനൗദ്യോഗികമായ ചില സൂചനകൾ കൂടി ഈ ചർച്ചയ്ക്കിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. മനുഷ്യനെ കടിച്ചു കീറുമ്പോൾ തെരുവ് നായ്ക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, A റഹീം, മനോജ് ഭാസ്കർ, ജോസ് മാവേലി എന്നിവരാണ്. ശ്രീ ജോസ് മാവേലി, ഇവിടെ ഒരു ഭാഗത്ത് നിയമം ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്, മറുഭാഗത്ത് താങ്കളെ പോലുള്ളവർ എന്ത് വന്നാലും കുഴപ്പമില്ല, തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കുക തന്നെയാണ് വഴി എന്ന് വിചാരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഈ സർക്കാരിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അതായത് നിങ്ങളും നിങ്ങളുടെ ഒരു ടീം തന്നെ തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഉദ്യമത്തിലാണ്, നിങ്ങൾക്കൊരു പരിരക്ഷ കിട്ടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പരിരക്ഷ കിട്ടണമല്ലോ. ഞങ്ങൾ ന്യായത്തിന് വേണ്ടി പോണതാണ്. ഇപ്പോൾ അതിന് ഉദാഹരണമാണ് ഞാറക്കൽ പഞ്ചായത്തിലെ ഒരു മെമ്പർ. ആ മെമ്പർ എന്ന് പറയുന്നത് CPMൻ്റെ അരിവാൾ ചിറ്റിക നഷ്ടത്തിൽ വിജയിച്ച മെമ്പറാണ്. ആ മെമ്പറും അവിടെയുള്ള DYFIയിലെ കുറേ ആൾക്കാരും അതുപോലെ തന്നെ റെഡ് ആർമിയിലെ കുറേ കുട്ടികളും കൂടി കുറേ പിള്ളേരും കൂടി വന്നിട്ട് അവരൊരു കൂട്ടായ്മയിൽ എനിക്ക് ഒരു അപേക്ഷ തന്നു. ഞങ്ങൾ ഇവിടുത്തെ തെരുവുനായ്ക്കൾ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട്. അങ്ങനെ ഞാനൂടി സഹകരിച്ചു. ഞാൻ പറഞ്ഞു തെരുവുനായ്ക്കളെ കൊല്ലുന്നവർക്ക് 250 രൂപ പാരിതോഷികം കൊടുക്കാം, അതിനുവേണ്ടി
നായ്ക്കളെ പിടിക്കുന്നവരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിരുന്നു. അവിടെയുള്ള ജനങ്ങൾ മുഴുവനും ഭയങ്കര കയ്യടിയായിരുന്നു. എന്താ പറയുക, അവിടെ ഒരു പൊതുസമ്മേളനം വിളിച്ച് മിനി രാജുവിന് ഭയങ്കര സ്വീകരണം നൽകി. പിറ്റേ ദിവസം അവരെല്ലാവരും ഭയങ്കര ആവേശം. ഞാറയ്ക്കലിൽ പറയുന്നത്, ഇപ്പം ഞാറയ്ക്കൽ ജനം പറയുന്നത് എന്താണ്, വൈപ്പിൻകര മേഖല മുഴുവനും അവിടുത്തെ റെഡ് ആർമിയും അവിടുത്തെ ഡിവൈഎഫ്ഐയും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ മേഖലയിലെ മുഴുവൻ തെരുവ് നായ്ക്കളെയും കൊല്ലുവാനായിട്ട് പോകുമാണ്. അപ്പോൾ അത് ഉടനെ അടുത്ത ആഴ്ച ഉണ്ടാവും. അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്നൊരിയിൽ ഇതൊക്കെ ഞങ്ങളൊരു മോഡലാക്കാണ്. ഇത് എല്ലാ സ്ഥലത്തും എത്തണം, എല്ലാ പഞ്ചായത്തിലെ ആൾക്കാർ എത്തണം, എല്ലാ സ്ഥലത്തെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വരണം. അത് ഡിവൈഎഫ്ഐ എന്ന് മാത്രമല്ല, INTUCക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റു BJPയുടെ രാഷ്ട്രീയ പാർട്ടികളോ എല്ലാവർക്കും രംഗത്ത് വരാവുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം രംഗത്ത് വരുന്നത് ഒരു വിമോചന സമരം. എന്താണ് വിമോചന സമരം എന്ന് വെച്ചാൽ, ഇവിടെ ആൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഓരോ എയർ ഗൺ മേടിച്ചു കൊടുക്കണം, എല്ലാവർക്കും ഓരോ തോക്ക് മേടിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാവരും നടക്കുമ്പോൾ പട്ടിയെ വെടിച്ച് കൊല്ലട്ടെ. അപ്പോൾ ഒരു മൂന്ന് കോടി തോക്കെങ്കിലും ഗവൺമെൻറ്റിന് ഇപ്പോൾ ചിലവായി കിട്ടും. അല്ലെങ്കിൽ ഞങ്ങളിത് സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു തോന്നിവാസമായി കാണിക്കണതൊക്കെ. ഇതൊരു തോന്നിവാസം. നായ്ക്കളെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ മനുഷ്യന്? നായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇതെന്ത് വെള്ളരിക്കപ്പെടാൻ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഏത് രാജ്യത്തുണ്ടോ ലോകത്ത്? ഇത് ഇന്ത്യയിൽ മാത്രം ഇത്ര പ്രത്യേകത. അപ്പോൾ ഇന്ത്യയിലെ ഒരു പൊതുജനങ്ങളുടെ കാഴ്ചപ്പാട് ഇന്ത്യയിലെ ജനങ്ങളുടെ ഈ എന്താ പറയുക, അവരെ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന ഒരു പരിപാടി അത് നിർത്തണം. ഇവിടെ മഹാത്മാഗാന്ധിജി നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അദ്ദേഹം ആകെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത് തെരുവ് നായ്ക്കളെ മാത്രമേ ഉള്ളൂ. ആ വലിയ മനുഷ്യൻ്റെ ആ ഒരു സംസാരമെങ്കിൽ, ആ ഒരു ആഹ്വാനമെങ്കിലും നമ്മുടെ നാട്ടുകാർ കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ് സ്ഥിതി? ഇത് ആരോ എന്തോ പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു മരുന്ന് കമ്പനികൾക്കുണ്ട്. ആകെ 4 മരുന്ന് കമ്പനിയോടെ ഉള്ളൂ ഈ പേവിഷബാധയുടെ. ഈ 4 മരുന്നുകൾക്ക് കിട്ടുന്ന 20,000 കോടി രൂപയാണ് ഓരോ ദിവസവും ടേൺ ഓവർ വരുന്നത്. അതിനൊരു വിഹിതം നമ്മുടെ ഈ പറഞ്ഞ നായ സ്നേഹികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്, അത് സംശയമൊന്നുമില്ല. അപ്പോൾ അവർ അതിനു വേണ്ടി എന്താ പറയുക, പേവിഷ മരുന്ന് കമ്പനികൾക്ക് വേണ്ടി ഒരു 5, 10, 15 പേരുണ്ടാവുള്ളൂ കേരളത്തിലെ നായ സ്നേഹികളാകെ. ഈ നായ സ്നേഹികൾക്ക് ചിലപ്പോൾ അവരുടെ വീട് പരിശോധിച്ചറിയാം എത്ര രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പിൽ നമ്മുടെ പാവം ജനങ്ങൾ, അതാണ് ചിന്തിക്കേണ്ടത്. പാവം ജനങ്ങൾ. ഇന്നിപ്പോൾ രാധ എന്ന് പറഞ്ഞ ആ നാടോടി സ്ത്രീയുടെ അവസ്ഥ എന്താണ്? ബാംഗ്ലൂരുകാരിയാണ് ആ സ്ത്രീ. അവിടെ ഞങ്ങളിപ്പോൾ അതിനെ ചികിത്സിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ജനസഭയിൽ നിന്ന് ആളെ പറഞ്ഞയച്ചു കഴിഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരാളും അതിനെ സഹായിക്കാനില്ല. അതിന് കൂടെ വന്നിരുന്ന ഒരു ആണാളുണ്ടായെന്ന് പറഞ്ഞു. അയാളിപ്പോൾ എവിടെ പോയിന്ന് അറിയാൻ പാടില്ല. രാവിലെ 11 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ആ ആളെ പിന്നെ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെന്നാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ അർജൻറ്റായിട്ട് അതിന് ഒരു പ്ലാസ്റ്റിക് സർജറി ഇപ്പോൾ തന്നെ ചെയ്യണം. പാവം, വളരെ കഷ്ടം. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നായ സ്നേഹി എവിടെ പോയി എന്ന് ചെയ്യുന്ന അന്വേഷിക്കുന്നുണ്ടോ ആ പാവം ആ സ്ത്രീയുടെ? അന്ന് പോയി നോക്ക് നിങ്ങളൊക്കെ. എൻ്റെ മിസ്റ്റർ മനോജ് ഭാസ്കരൻ, നിങ്ങൾ ആ കോഴിക്കോട് ആ നാടോടി സ്ത്രീ എന്ന് പോയി കാണും. അത് ഇന്ത്യയിലെ ഒരു സ്ത്രീയല്ലത്, നമ്മുടെ സഹോദരിയല്ലേ. അവർക്ക് ജീവിക്കാൻ സ്ഥലമില്ല, ഒരു തലതായിക്കാൻ ഇടമില്ല. നാടോടി സ്ത്രീയാണ്. എന്ത് കഷ്ടമാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇതുപോലെ എത്രയോ സ്ത്രീകളാണ് എൻ്റെ കേരളത്തിലുള്ളത്, എത്രയോ കൊച്ചുമക്കളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. കോടിക്കണക്കിന് ജനങ്ങൾക്ക് മനോജ് ഭാസ്കർ, ജോസ് മാവേലി പറഞ്ഞതുപോലെ അങ്ങനെ പണം കൈപ്പറ്റുന്നുണ്ടോ താങ്കളെ പോലുള്ള മൃഗസ്നേഹികൾ? അദ്ദേഹം ഇതിന്റെ മറ്റൊരു വശം ഞാൻ പറയട്ടെ. വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്നും ഞങ്ങൾ പണം പറ്റുമെന്ന് ആരോപിക്കുമ്പോൾ ഇതിന്റെ മറ്റൊരു വശം, മുൻപ് ഇന്ത്യൻ കന്നുകാലികളെ വംശഹത്യ നടത്തിക്കൊണ്ട് വിദേശ ജനുസുകളെ ഇവിടെ ഇറക്കുമതി ചെയ്തു. ഇന്ന് ഇവിടെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിലെ തനതായ ജനുസുകളെ നശിപ്പിച്ചുകൊണ്ട് ഇവിടെ ഡോഗിനെ വളർത്തണമെങ്കിൽ വിദേശ ജനുസുകളെ മാത്രമേ ലഭ്യമാകൂ എന്നൊരവസ്ഥ ക്രിയേറ്റ് ചെയ്താൽ ഇതിനൊന്നും സാമ്പത്തിക നേട്ടം ആർക്കാണെന്ന് ചിന്തിക്കണം ജനം. വ്യക്തമാണ്. സാധാരണ ഇവിടുത്തെ ഡോഗ്സ് ഇവിടുത്തെ പരിസ്ഥിതിക്ക് അനുകൂലമായി ചെലവുകളോ മരുന്നുകളോ മറ്റുള്ള ആവശ്യങ്ങളോ ഇല്ലാതെ ഇവിടെ വളരാൻ സാധ്യതയുള്ളപ്പോൾ ഡോഗ് ഫുഡ്, വാക്സിൻ, ചികിത്സ, മറ്റ് അക്സസറീസ്, ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഒരു വ്യവസായ ശൃംഖല സൃഷ്ടിക്കാനാണ് ജോസ് മാവേലി പോലുള്ള വ്യക്തികൾ ശ്രമിക്കുന്നത്. വ്യക്തമായും നാടൻ ജനുസുകളെ നശിപ്പിച്ചുകൊണ്ട് ഇവർ എന്തുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ പ്രതികരിക്കുന്നില്ല? ലൈസൻസ് സമ്പ്രദായം ഇവിടെ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ നടത്തുന്നുണ്ടോ? 2, അറവ് മാലിന്യം. എന്തുകൊണ്ട് ഇവിടുത്തെ 2 രാഷ്ട്രീയ നേതാക്കന്മാരും ഇദ്ദേഹത്തിൽ പ്രതികരിക്കുന്നില്ല? കേരളത്തിലെ അറവുശാലകൾ ആണ് ഇതിന്റെ പ്രധാന ഉത്തരവാദികളെന്ന് വ്യക്തമായി വെറ്റിനറി ഡോക്ടേഴ്സിന്റെ സ്റ്റഡി കാണിക്കുന്നു. അറവ് മാലിന്യങ്ങൾ കൂടുമ്പോൾ അവിടെ ഇവർ സ്വാഭാവികമായി എത്തിച്ചേരുന്നു. അവര് അക്രമശേഷി കൂടുന്നു, പ്രജനനശേഷി കൂടുന്നു. ഈ അറവ് മാലിന്യങ്ങൾ ഒരു ദിവസം കൊണ്ട് ഡിസ്പേഴ്സ് ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ തെരുവുനായ്ക്കൾ ഡിസ്പേഴ്സ്ഡ് ആവും. പിന്നെ അടിസ്ഥാനപരമായ മാറ്റം, ABC പ്രൊജക്ട്, ലൈസൻസിംഗ് സമ്പ്രദായം, അതുപോലെ കൃത്യമായി മാലിന്യ സംസ്കരണം, ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ആയിട്ടാണ് ഇവർ കൂട്ട കൊലപാതകത്തിന്
മുന്നോട്ട് ശരി ഇറങ്ങുന്നത്. മനോജ് ഭാസ്കർ, നിങ്ങൾ രണ്ടുപേരും രണ്ടു തരം എന്തുകൊണ്ട് ഗൂഢാലോചന മറ്റു സിദ്ധാന്തം മൂന്ന് ശ്രീ കാര്യങ്ങളിൽ മനോജ് ഈ ഭാസ്കർ, തെരുവ് നായ്ക്കൾക്ക് നിങ്ങൾ അക്രമം ഇല്ലെങ്കിൽ പോട്ടെ, ജോസ് മാവേലി, മനോജ് ഭാസ്കർ, അറിയാമോ? ഈ തെരുവ് നായ്ക്കൾക്കെല്ലാം പേ പിടിച്ചിരിക്കുകയല്ലേ. ഈ പേ വിഷയമുള്ള നായ്ക്കളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പേ പിടിച്ചു കഴിഞ്ഞാൽ നായ്ക്കൾ അക്രമം കടിച്ചാലും കടിച്ചില്ലെങ്കിൽ അവർ വായിൽ വരുന്ന ആ സലൈവ നമ്മുടെ ശരീരത്തിൽ കൊണ്ട മതി, നമുക്ക് പ്രശ്നമാവില്ലേ? നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോണ്ടേ? വളരെ കഷ്ടമാണ് നിങ്ങൾ പറയണത്. നിങ്ങൾ വേറെ വിഷയത്തിൽ പോകാൻ പാടില്ല. പേപ്പട്ടികളാണ് യഥാർത്ഥ അപകടകാരികൾ എന്ന് ജനം തിരിച്ചറിയണം. വെറും ഷോ വർക്കിന് വേണ്ടി മിണ്ടാപ്രാണികളെ കൊന്നൊടുക്കി വീരസം പ്രകടിപ്പിക്കുന്ന ഇത്തരം വ്യക്തികളും രാഷ്ട്രീയ നേതൃത്വമാണോ യഥാർത്ഥ അപകടകാരികൾ? അതാ തെരുവുനായ്ക്കളോ? ജനം തീരുമാനിക്കട്ടെ. നിങ്ങൾ അടിസ്ഥാനകാരിൽ നിന്ന് ഒഴിച്ചുവിടുന്നു. നിങ്ങൾ രണ്ടുപേരും ജോസ് മാവേലി, മനോജ് ഭാസ്കർ, ജോസ് മാവേലി, മനോജ് ഭാസ്കർ, നിങ്ങൾ രണ്ടുപേരും രണ്ട് ഗൂഢാലോചന സിദ്ധാന്തം അങ്ങോട്ടും ഇങ്ങോട്ടും അവതരിപ്പിച്ചു കഴിഞ്ഞല്ലോ. പക്ഷെ പ്രശ്നം ഇവിടെ ഉണ്ട്. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് ജോസ് മാവേലി പറഞ്ഞത് അടിവരയിട്ട് പറയേണ്ടി വരും. ശരിയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് മനോജ് ഭാസ്കർ. അതിന്റെ കാരണങ്ങൾ എന്ത് തന്നെയായാലും തെരുവ് നായ ശല്യം രൂക്ഷമാണ്. സമ്മതിക്കുന്നു, തെരുവ് നായ ശല്യം രൂക്ഷമാണ്. ആ പ്രശ്നത്തെ നമുക്ക് അഭിമുഖീകരിച്ചേ പറ്റൂ, അതിനുവേണ്ട നടപടികൾ ഉണ്ടായേ പറ്റൂ. അതെങ്ങനെ വേണം എന്നതാണ് നമ്മുടെ ചർച്ച. അതെങ്ങനെ വേണമെന്നാണ് ചർച്ച. ശ്രീ എ റഹീം, ഞാൻ വരാം. ശ്രീ എ റഹീം, ഇവിടെ മനോജ് ഭാസ്കർ, ഇവിടെ മനോജ് ഭാസ്കർ പറഞ്ഞ കാര്യങ്ങളോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഇവിടെ അറവുശാലകൾ, ലൈസൻസ് ഇല്ലാതെ കണക്കറ്റ അറവുശാലകൾ പ്രവർത്തിക്കുന്നതും ABC നടപ്പാക്കാത്തതും വന്ധ്യംകരണം കൃത്യമായി നടപ്പാക്കാത്തതും അതാണോ യഥാർത്ഥത്തിൽ ലൈസൻസിംഗ് സമ്പ്രദായം കൊണ്ടുവരാത്തതും? ഇതിനൊക്കെ രാഷ്ട്രീയ നേതൃത്വം ഉത്തരവാദികളാണ് എന്ന മനോജ് ഭാസ്കർ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പില്ലേ? ശ്രീ ഗോപികൃഷ്ണൻ, മനോജ് ഭാസ്കർ പറയുന്ന എല്ലാ കാര്യത്തിനോട് യോജിക്കാൻ പറ്റില്ല. അദ്ദേഹം ഉന്നയിച്ച രണ്ട് പ്രശ്നങ്ങളാണ്. ആവർത്തിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം അറവുശാലയാണ്. അറവുശാലകൾ സംബന്ധിച്ച് അത് അനധികൃത അറവുശാലകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടിയെടുക്കണം. ഞാനത് പറയട്ടെ. ശ്രീ മനോജ് ഭാസ്കർ റഹീം മറുപടി പറയാണ്. മനോജ് ഭാസ്കർ, റഹീം ഒളിച്ചോടുന്നില്ല, അദ്ദേഹം മറുപടി പറയാൻ അനുവദിക്കും. മനോജ് ഭാസ്കർ, റഹീം മറുപടി പറയട്ടെ. ഒരു ചർച്ചയിൽ ശ്രീ മനോജ് ഭാസ്കർ ഒരു ചർച്ചയിൽ പുലർത്തേണ്ട ഒരു സാമാന്യ മര്യാദ തരൂ എനിക്ക്. ഞാനത് പറഞ്ഞോട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നല്ലോ, ഒന്ന് കേൾക്കൂ എന്നെ. ഇവിടെ വരുന്ന പ്രശ്നം അറവുശാലകളുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടോ, അതിൻ്റെ മാലിന്യ സംസ്കരണം, ഇതെല്ലാം വേറൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനകത്ത് നിങ്ങൾ എന്നല്ല ആർക്ക് വേണമെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എന്ത് പോരായ്മകളും ചൂണ്ടിക്കാണിക്കാം. ഏതൊരു സർക്കാരിനോടും സർക്കാർ ബാധ്യസ്ഥതയുണ്ട്. അതും നിങ്ങൾ ഇതുമായി തമ്മിൽ എന്തിനാ ക്ലബ് ചെയ്യുന്നേ? ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. നിങ്ങളുടെ ഈ പ്രണയം, ഈ നായ പ്രണയം വല്ലാതെ കടന്നല്ലേ? ഞാനൊന്ന് പറയട്ടെ. ശ്രീ മനോജ് എന്നെ ഒന്ന് കേൾക്കൂ. താങ്കൾ അതിനുള്ള ക്ഷമ കാണിക്കും. രാഷ്ട്രീയക്കാരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രാഷ്ട്രീയക്കാരുടെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങ് പറയുന്നതിനപ്പോ ഒച്ചവെക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. അത് അനഭലഷണീയമാണ്, അത് ശരിയല്ല. അത് കേട്ടിരിക്കുന്നവർ വല്ലാതെ വിരസത തോന്നും. മനോജ് ഭാസ്കർ, ഞാൻ ഇത്രയും സഹനത്തോടുകൂടി താങ്കൾ ഇത്രയധികം വികാര വിക്ഷുബ്ധനായപ്പോഴും മിണ്ടാതിരുന്നതിന് ഒരു ന്യായം 3 പേർ താങ്കൾക്കെതിരായി താങ്കളെ കൗണ്ടർ ചെയ്തുകൊണ്ട് ചില വാദങ്ങൾ ഉയർത്തുന്നു എന്നതുകൊണ്ടാണ്. ദയവായി മനോജ് ഭാസ്കർ ഇനി റഹീമിനെ പറയാൻ അനുവദിക്കുക. റഹീം. മനോജ് ഭാസ്കർ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നായയ്ക്കുള്ള അതേവകാശം നിങ്ങൾ പറയുന്ന മറ്റെല്ലാ അനിമൽസിനുമില്ലേ, ജീവജാലങ്ങൾക്കില്ലേ? നായകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കോഴി എറിഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, കോഴി ഇറച്ചി ഉപയോഗിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്ന അറവുശാലയുമായി ബന്ധപ്പെട്ട അറവ് മാലിന്യങ്ങൾ ഇപ്പോൾ വളർനായികൾ കൊണ്ട് കൊടുക്കുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ മൃഗങ്ങൾക്ക്, ആ കോഴിക്ക് ഒന്നും റൈറ്റ് ഇല്ലെന്നാ? നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം, നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ശുദ്ധ മൗലികവാദം ഉണ്ടല്ലോ, ഈ തീവ്രവാദം, ഈ തീവ്രവാദം നാളൊരു കാലത്ത് വേറൊരു കൂട്ടർ പറയാണ്, ഇവിടെ ഓരോരുത്തരും പറയില്ലേ കൊതുവിനെ കൊല്ലാൻ പാടില്ല, കൊതുവിനുണ്ട് അവകാശം, കൊതുവ് ഇതുപോലെ ജീവിയല്ലേ? അങ്ങനെ എന്തെല്ലാം ഉണ്ട്, ആർക്കെല്ലാം ഉണ്ട്. യാഥാർത്ഥ്യം തിരിച്ചറിയൂ. മൂന്ന് അടിസ്ഥാന മേഖലകളിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവൂ. മനോജ് ഭാസ്കർ, താങ്കളൊന്ന് കേൾക്കൂ എന്നെ. താങ്കൾ എന്തിനാണ് ഇങ്ങനെ വികാര നിർഭരനാകുന്നത്? ഒന്ന് പറയുന്ന കേൾക്കുന്നേ. ആളുകൾ ഇത് കണ്ടിരിക്കല്ലേ. ഇവിടെ വരുന്ന പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയില്ല. ചർച്ചയിൽ സ്വാഭാവികമായി ഞാൻ ഇടപെടുന്നു, തടസ്സപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഡിറക്ഷൻ മാറ്റിവിടുകയാണ്.
റഹീം താങ്കൾ പറയൂ. നിങ്ങൾ തടസ്സം, നിങ്ങൾ ഇങ്ങനെ ഇടപെടുമ്പോൾ ആൾക്കാർ കേൾക്കാൻ പറ്റുമോ എന്റെ വാദം? നിങ്ങൾ റഹീം പറയൂ, റഹീം. ഒന്ന് കേൾക്കൂ എന്നെ. റഹീം പറയൂ. രണ്ടാമതൊരു കാര്യം, ഇവിടെ വരുന്ന പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന നായകൾക്ക് മാത്രമല്ല ഈ റൈറ്റ് ഉള്ളത്. നിങ്ങൾ ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. മനുഷ്യ ജീവിതത്തെ ബാക്ടീരിയയ്ക്ക് പോയി നെഗറ്റീവായിട്ട് ഇടപെടുന്ന, ഹാംഫുള്ളായി വരുന്ന ഒരു സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് എല്ലാ മോഡലുകളായും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഞാൻ അതാ നേരത്തെ പറഞ്ഞു, നിങ്ങൾ അതിലേക്ക് മറുപടിയിലേക്ക് വന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യനെ ആക്രമിക്കാൻ വന്നാൽ ആ മനുഷ്യനെ കീഴ്പ്പെടുത്താനുള്ള ഒരു റൈറ്റ് എനിക്കുണ്ടെന്നേ, ഡിഫൻസ് റൈറ്റ്. അതൊരു ആ പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. അതൊരു നായയുടെ കാര്യത്തിൽ പാടില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, മറ്റെല്ലാ ജീവജാലങ്ങളുമില്ലേ? ആ ജീവജാലങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ മൃഗശാലയിലെ മൃഗങ്ങൾക്ക് തിന്നാൻ വേണ്ടി കൊണ്ടിട്ട് കൊടുക്കുന്ന കോഴികൾ, ആ കോഴിക്ക് റൈറ്റ് ഇല്ലേ? ഇങ്ങനെയൊന്നും പോകരുത്. ഇവിടുത്തെ പ്രശ്നം മനുഷ്യനാണ്, മനുഷ്യന്റെ ജീവിതമാണ്. ഞാൻ ഇടപെടുകയാണ്, ദയവായി ക്ഷമിക്കണം, സമയപരിമിതി. അഡ്വക്കേറ്റ് PM സുരേഷ്, വളരെ ചെറിയ വാക്കുകളിൽ താങ്കൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞാൽ സൗകര്യമായി, കാരണം അത്രയും സമയമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ ഇനി നമ്മൾ സമീപിക്കേണ്ടത്? അല്ല, ഇതിനകത്ത് നമുക്ക് നിയമപരമാണ് പ്രശ്നമെങ്കിൽ, തടസ്സം നിയമപരമാണെങ്കിൽ നിയമം മാറ്റണം. നിയമത്തിന് ഭേദഗതികൾ കൊണ്ടുവന്ന് മനുഷ്യജീവനെ അപകടപ്പെടുത്തുന്ന, മനുഷ്യർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ തടസ്സമുണ്ടാക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന പട്ടി തുടങ്ങിയിട്ടുള്ള എല്ലാ മനുഷ്യവിരുദ്ധ ജീവജാലങ്ങളെയും കൊല്ലാൻ, സാഹചര്യങ്ങൾ കൊല്ലാൻ അനുവദിക്കുന്ന നിയമം ഉണ്ടാക്കണം ഗവൺമെൻറ്. അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും തിരക്കേടില്ല, കേരള ഗവൺമെൻറ് ആയാലും തിരക്കേടില്ല. ഇതിപ്പോൾ ആരെങ്കിലും പറയുന്നത് പോലെ ഇപ്പം നാളെ ഇപ്പോൾ നമ്മുടെ അറബുശാലകൾ അടച്ചുവിട്ടാൽ ഇന്നലെ വരെ ജനിച്ചുപോയ നായ്ക്കളില്ലേ, ഇന്നലെ വരെ ജീവിക്കുന്നൊരു നായ ഉണ്ടല്ലോ, ആ നായ അത് കടിച്ചാൽ എന്ത് ചെയ്യും? അപ്പം നായയുടെ കടി വരുന്നത്, നായയുടെ ബുദ്ധിമുട്ട് വരുന്നതും അവസാനിപ്പിക്കണം. മറ്റൊരു വശമായിട്ട് മാറണം. ശരിയായ ഇടപെടൽ ഉണ്ടാകട്ടെ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ശ്രീ A റഹീം, ശ്രീ മനോജ് ഭാസ്കർ, ശ്രീ ജോസ് മാവേലി ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിന്. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി MAT മൂസ കാണും. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.